ഈ ഫ്രണ്ട്സ് രാവിലെ 5:45 രാവിലെ ഇന്ന് എണീറ്റത്. രാവിലെ കൊല്ലം വരെ പോകാനുണ്ടായിരുന്നു. കൊല്ലം കല്ലടി ഒരു കല്യാണത്തിന് പോകണം. അപ്പോൾ രാവിലെ തന്നെ പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുത്ത് പപ്പിക്കും ഫുഡ് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത് ഒരിഞ്ഞ വീട്ടിൽ പട്ടിക്കുട്ടിയെ കണ്ട്. അച്ഛൻ്റെ ഫ്രണ്ടായ ഒരു അങ്കിളുണ്ട്, ഡ്രൈവിങ് ചെയ്യുന്ന അങ്കിളാണ്. ആ അങ്കിളുടെ കാറിലാണ് പോയിട്ട് ആറ്റിങ്ങൽ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കുറേ തെരുവ് നായ്ക്കൾ കിടക്കുകയാണ്. ഇതുപോലെ NH റോഡിൽ ഒരുപാട്, ഈ വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്, ഒരുപാട് തെരുവ് നായ്കൾ NH റോഡിൽ കണ്ട്. ഇപ്പം നായ്ക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന എല്ലാവരും എതിർക്കുന്നത് കൊണ്ട് ഇവർക്കൊക്കെ ആണെങ്കിൽ ഫുഡ് കൊടുക്കുന്നുണ്ടോ, ഇവർക്കൊക്കെ ഫുഡ് കിട്ടുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളപ്പോൾ ഹോട്ടലിൽ നിന്ന് പൂരി വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഞങ്ങൾ വെച്ച് ഇവർക്ക് ഫുഡ് കിട്ടുന്നതെന്ന് വെച്ച് പൂരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവർ നമ്മളെ ആക്രമിക്കാൻ വന്നൊന്നുമില്ല. അവർ നമ്മളെ പരിചയമില്ലാത്ത ഡോഗായിട്ട് പിന്നിലോട്ട് ഓടി. അതുപോലെ നമ്മുടെ കാറിൻ്റെ അടിയിൽ ഒരു ഡോഗ് വന്ന് കിടപ്പുണ്ട്. എന്നിട്ട് അവർ നമ്മളെ ഒന്നും ചെയ്തില്ല. അങ്ങനെ അതുപോലെ ഒരുപാട് പാവം ഡോഗ്സിനെ കണ്ട്. ഇവർക്കൊക്കെ ആരെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോയെന്നും അറിയില്ല. സിറ്റിയിലൊക്കെ ഉള്ള ഡോഗ്സിനാണ് ആരെങ്കിലുമൊക്കെ ഫീഡേഴ്സൊക്കെ ഡെയിലി ഫീഡ് ചെയ്ത്. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി. ഇതൊരു നാട്ടിൻ പുറത്തായിരുന്നു ഈ കല്യാണം. അവിടെ ഒരുപാട് പാടമൊക്കെ ഉണ്ട്. അവിടെയും കണ്ട് കുറേ തെരുവ് നായകളെ, പാവം നായികൾ, ആരും ആക്രമണകാരികളായ നായികളല്ല. അതൊക്കെ ചുമ്മാതെ പൊട്ട വാർത്തയ TV വരുന്നതെന്ന് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഈ തെരുവ് നായകൾക്കൊന്നും ഭക്ഷണം അധികം കിട്ടുന്നില്ല തോന്നുന്നു. കാരണം ഇവർ നാട്ടിൻ പുറത്തൊക്കെ താമസിക്കുന്നതാണ്. ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ ഒരു ഡോഗ് വന്ന് നമ്മുടെ ഈ കല്യാണ സദ്യയുടെ പഴമുണ്ടായിരുന്നു, അത് കൊടുത്തു. പക്ഷെ അത് കഴിച്ചില്ല. ഇനി ഇതുപോലെയൊക്കെ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റെങ്കിൽ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴി ആറ്റിങ്ങൽ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുക. അതിന് സ്പീക്കറിൽ അങ്ങനെ തിരിച്ച് വരുന്ന വഴി ആറ്റിങ്ങൽ ജംബോ സർക്കസ് അവിടെ കുറേ പോത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിൽ